وعن عمرو بن شعيب عن أبيه عن جده أن امرأة قالت ഒരു സ്ത്രീ വന്നിട്ട് നബിയോട് ചോദിക്കുക, യാ റസൂലുള്ളാഹി നബിയെ, ഇന്നി നിശ്ചയമായിട്ടും ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട് എന്ത് അൻ അൽരിബ ഞാൻ അടിക്കാന് അലാ റഹ്സിക അങ്ങനെ തലക്ക് മീത ദഫ് കൊണ്ട് അടിക്കണം. അപ്പൊ അങ്ങനെ അടിക്കൽ ദഫ് കൊണ്ട് അടിക്കാൻ ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട് എന്ന് നബിനോട് വന്നിട്ട് ഒരു പെണ്ണ് പറഞ്ഞപ്പോ കാല നബി തങ്ങൾ പറഞ്ഞു, ഔഫി ബിനദിരിക്ക, നിന്റെ നേർച്ച എന്താണോ അത് നീ പൂർത്തീകരിച്ചോളാന്ന് പറഞ്ഞു. ഈ ഹദീസ് അബൂദാവൂദ് അല്ലാത്തവരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ ഹദീസ് കൊണ്ട് ഇപ്പൊ എങ്ങനെ നബിനെ മദ്ഹ് ചെയ്ത് തെളിവാകാന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആലോചിച്ച് നോക്കാം. വഖാല ബഅദു ശുറാഹിൽ മിഷ്കാത്ത്, മിഷ്കാത്തിന് ശർഹ് എഴുതി ചില ആൾക്കാരിൽപ്പെട്ട ചില ആൾക്കാർ പറഞ്ഞത് അന്ന വർബ ദഫി, ഈ ദഫടിക്കുക എന്നുള്ളത് വഇല്ലം യകും മിന ഖുർബാത്തി, അത് ആരാധന കർമ്മങ്ങൾ പെട്ടതല്ലെങ്കിലും അല്ലത്തി എങ്ങനത്തെ ആരാധനകള് യജിബു അലൻ നാദിരി അത്തരം കാര്യം നിർബന്ധമാക്കുമ്പോൾ അയാളെ മേൽ നിർബന്ധമാണ് അൽ വഫാഉ ബിഹ, ആ ഇബാദത്ത് പൂർത്തിയാക്കി വിട്ട് നിർബന്ധമായി വരും നാദിറിന്റെ മേൽ. അങ്ങനെയുള്ള ഒരു നിർബന്ധ ഇബാദത്തൊന്നുമല്ല ദഫടിക്കലും. എന്നിട്ടും നാക്കിന്നോ എങ്കിലും നബിതങ്ങൾ അമറഹ നേർച്ചയാക്കിക്കണ് എന്ന് പറഞ്ഞ ആ സ്ത്രീയോട് നബിതങ്ങൾ പറഞ്ഞു, കൽപ്പിച്ചു ബിൽ വഫായി, വഫാ കൊണ്ട് കൽപ്പിച്ചു എന്ന് പറഞ്ഞ എന്താർത്ഥം, അത് പൂർത്തിയാക്കി വീട്ടിക്കോന്നാണ് നബിതങ്ങൾ പറഞ്ഞത്. അതെന്തിനാ? ഒരു സ്വഹീഹായ ഉദ്ദേശം അവിടെ ഉണ്ട്, അതിലേക്ക് നോക്കിയിട്ടുണ്ട്. ദഫിലേക്ക് നോക്കിയില്ല, മഖ്സദിലേക്ക് നോക്കി. അല്ലത് എങ്ങനത്തെ മഖ്സദ് സ്വഹീഹയും മഖ്സദ് സ്വഹീ എന്താന്ന് ചോദിച്ചാൽ ഇൽഹാറുൽ ഫറഹി വസ്സുറൂർ, സന്തോഷം. ഖുദൂമിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ബഅദി ഗസവാതിഹി അല്ലതി കാന ഫീഹാ മസാഅത്തുൽ കുഫാർ വഇർഗാമുൽ മുനാഫിഖീന, കപടന്മാരായ ആളുകളെ മുട്ടുകുത്തിക്കൽ, നിഷേധികളായ ആളുകളെ ഇല്ലായ്മ ചെയ്യാനും അവർ മോശമാക്കുവാനും വേണ്ടിയുള്ള യുദ്ധങ്ങളാണ്. അത്തരം യുദ്ധങ്ങളെല്ലാം കഴിഞ്ഞ് ചില യുദ്ധങ്ങൾ അങ്ങനെ വരാറില്ല. ആ യുദ്ധത്തിൽ മടങ്ങി വരുമ്പോൾ ആ നബി മടങ്ങി വരുന്ന ആ നബിയുടെ വരവ് കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട്, ആഹ്ലാദമുണ്ട്. ഇത് പ്രകടിപ്പിക്കുക എന്നുള്ളതാണല്ലോ ഈ ദഫടിക്കുക നേർച്ചയാക്കിയതിന്റെ ഉദ്ദേശം. ആ നബിനുള്ള സന്തോഷം പ്രകടിപ്പിക്കലാണ്. അതാണ് ഒരു ഹാദ. അങ്ങനെ ആ മഖ്സദിലേക്ക് നോക്കിയപ്പോൾ ഉസ്തുഹിബ്ബ ലർബുല്ലദീ ഫിൻ നിക്കാഹി, ഉസ്തുഹിബ്ബ ലർഫു ദഫി ഫിൻ നിക്കാഹി, നിക്കാഹിന് വരെ എന്താണ് ദഫടിക്ക് സുന്നത്തായത് എന്തുകൊണ്ടാ? ലിമാ ഫീഹി, ആ നിക്കാഹിലുള്ള ഒന്നുകൊണ്ടാണ്. ആ ഒന്നെന്തിനാലാണ്? മീൻ ഇൽഹാർ സുരൂരി, ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഇസ്ലാമികമായിട്ട് സന്തോഷമുള്ളവരല്ലേ. അപ്പൊ ആ സന്തോഷത്തിനെ പ്രകടിപ്പിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് ഈ ദഫടിക്കുന്നത്. അങ്ങനെ മഖ്സദ് അവിടെ ഉണ്ടല്ലോ. അപ്പൊ നബിന്റെ ഖുദൂം കൊണ്ടൊരു ഫറഹുണ്ട്. ഈ ഫറഹും അതുപോലെ തന്നെ ഈ സുറൂറും ഇൽഹാർ ചെയ്യാനോ അത് നല്ല കാര്യമല്ലേ, അതിന് തെളിവാണ്. അപ്പൊ അത് വെച്ചുകൊണ്ട് നോക്കുമ്പോ നമ്മുടെ നബിയുടെ വരവ്, നബി തങ്ങൾ ഈ ഭൂമുഖത്തേക്ക് വരുന്നത് തന്നെ വലിയ സന്തോഷമല്ലേ. ആ സന്തോഷം പ്രകടിപ്പിക്കാൻ ഇതിൽ തെളിവില്ലേ? പിന്നെ ആയിഷ ബിബിയെ തൊട്ട് നിവേദനം, കാലത്ത് മഹദി പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങളായിരുന്നല്ലോ ഹസ്സാൻ ബിൻ സാബിത്തിൻ, ഹസ്സാൻ ബിൻ സാബിത്ത് തങ്ങൾക്ക് നബി തങ്ങൾ വെച്ചു കൊടുക്കുമായിരുന്നു മിമ്പറൻ, ഒരു പീഠം, ഫിൽ മസ്ജിദി, പള്ളിയിൽ. ഇവിടെ യഖൂമു അലൈഹി, അതിന്റെ മുകളിൽ കയറി നിൽക്കുമാറി ഹസ്സാൻ എന്നവര് യുഫാഖിറു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങളെ തൊട്ട് പവറ് പറഞ്ഞ് നബിന്റെ മഹിമ പറഞ്ഞുകൊണ്ടാണ് ആ മിമ്പറിന്ന് പാടുക. അങ്ങനെ ഇരിക്കുക മാത്രമല്ല, ഈ പീഠത്തിന്റെ മുകളിൽ വെച്ച് അങ്ങനെ പറയുകയും, പള്ളിയിലാണ് പീഠം വെച്ചുകൊടുക്കുന്നത്, നബിയാണ് വെച്ചുകൊടുക്കുന്നത്. എന്തിന്? നബിയെ പുകഴ്ത്തിക്കൊണ്ട് പറയുകയാണ്. നബി അംഗീകരിച്ചവിടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയുന്നുണ്ട്, ഇന്നല്ലാഹു യുഅയ്യിദു ഹസ്സാൻ, ഹസ്സാൻ എന്നവരെ അല്ലാഹു തആല ശക്തിപ്പെടുത്തട്ടെ, റൂഹുൽ ഖുദ്സ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ട് ശക്തിപ്പെടുത്തട്ടെ എന്നാണ്. മാ യുനാഫിഖു ഔ യുഫാഖിറു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങളെ കൊണ്ട് പവർ പറയുകയാണ്, അന്തസ് പറയുന്ന കാലത്തോളം എന്ത് ചെയ്യട്ടെ, റൂഹുൽ ഖുദ്സിന്റെ സഹായം കിട്ടട്ടെ എന്ന് പറയുമ്പോൾ നബിനെ മദ്ഹ് ചെയ്യൽ അതിലുണ്ടല്ലോ. നബി മദ്ഹ് ചെയ്യുന്നതിന് അംഗീകരിക്കുന്നുണ്ടല്ലോ നബിന്റെ കാലത്ത് തന്നെ. ഈ ഹദീസ് എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ തുർമുദിയിൽ കാണാം. വലാ ഖഫാഅ ഫീ ഖൗലിൽ മുനാഫഖതി വൽ മുഫാഖറതി, മുനാഫഖ നടത്തിയാലും മുഫാഖറ നടത്തിയാൽ പവറും അന്തസ്സും പറയാം.
അതൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിനെ തങ്ങളെ പുകഴ്ത്തലായി എന്ന കാര്യത്തിൽ ആർക്കും അവ്യക്തതയില്ല. മാത്രമല്ല ഇത് വലഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മിംബറ ഫിൽ മസ്ജിദി ലിഫായിലിഹി ഫവല്ലൻ ബിഹി. മാത്രമല്ല മുത്തുനബി തങ്ങൾ പള്ളിയിൽ വെച്ചുകൊണ്ട് നബിനെ പുകഴ്ത്തുവാൻ വേണ്ടിയും പാടിപ്പറയുവാൻ വേണ്ടിയും ഒരു മിമ്പർ തന്നെ വെച്ചു കൊടുത്തല്ലോ. ആ വെച്ചതിന്റെ കാര്യത്തിൽ ചിന്തിച്ചു നോക്കൂ, എന്താണ് അതുകൊണ്ട് ധാരണ? നല്ല കാര്യമാണ് എന്നല്ലേ? ഇത് നോക്കൂ, വേറെ ഹദീസ് അനസ് റളിയല്ലാഹു തആല അൻഹു ഖാല അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മർറു ബി ജനാദത്തിൻ, അവിടെ അരികിൽ കൂടെ ജനാദ ഇങ്ങനെ പോയി, ഒരു ജനാദിന്റെ അരികിൽ കൂടെ നടന്നുപോയി. അങ്ങനെ പോകുമ്പോൾ ഖൈറൻ, ആ ജനാദയെ പറ്റി നന്മ പറഞ്ഞു ഇവിടെല്ലാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ നബി തങ്ങൾ പറഞ്ഞു വജബത്ത് എന്ന് പറഞ്ഞു. സുമ്മ മർറു ബി ഉഖറ, പിന്നെ വേറൊരു ജനാദ പോയി. ഷർറൻ, ആ ജനാദയെ പറ്റി തിന്മ പറഞ്ഞു ഇവര്. ഫഖാല, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു വജബത്ത്, രണ്ടോടത്തും വജബത്ത് എന്ന് പറഞ്ഞു ഉപയോഗിച്ചപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു സംശയം. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ധൈര്യവാനാണ്, സത്യം ചോദിച്ചറിയും. ഫഖാല ഉമറു, അപ്പോൾ നബി തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ് മാ വജബത്ത്, എന്താ ഈ വജബത്ത് വജബത്ത് എന്ന് മനസ്സിലായില്ലല്ലോ. അത് വിശദീകരിച്ചു കൊടുക്കുന്ന നബി തങ്ങൾ. ഫഖാല, അപ്പൊ നബി തങ്ങൾ പറയുകയാണ് എന്ത് അലി ഖൈറൻ ഫവജബത്ത് ലഹുൽ ജന്ന വഹാദാ തനൈതും അലി ശർറൻ ഫവജബത്ത് ലഹുൻ നാർ. ഞാൻ വജബത്ത് എന്ന് പറഞ്ഞത് ആദ്യം നിങ്ങൾ എന്താണ് ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്? എന്താ നല്ല കാര്യം പറഞ്ഞു, അപ്പൊ സ്വർഗം അയാൾക്ക് നിർബന്ധമായി എന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ ജനാദ കണ്ടപ്പോൾ നിങ്ങൾ മോശമായി പറഞ്ഞു, അപ്പൊ ഞാൻ വജബത്ത് എന്ന് പറഞ്ഞാൽ നരകം നിർബന്ധമായി എന്നാണ്. അതെങ്ങനെ? അൽ മുഅ്മിനൂന, സത്യവിശ്വാസികളല്ലേ നിങ്ങളൊക്കെ? അപ്പൊ സത്യവിശ്വാസികളായ ആളുകൾ ശുഹദാഉല്ലാഹി ഫിൽ അർള്, ഭൂമി ലോകത്ത് അള്ളാഹിന്റെ സാക്ഷിക്കാരാണ്. അപ്പൊ അള്ളാഹിനെ സാക്ഷി നിൽക്കുന്ന ആൾക്കാരാ നിങ്ങൾ. ഇയാൾ സ്വർഗം വാങ്ങേണ്ടതാണ്, ഇയാൾ നരകത്തിലാണെന്ന് സാക്ഷിക്കാരാ നിങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ ഹദീസ് മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. അപ്പോ വസ്തദല്ല ബിഹാദൽ ഹദീസ്, ഇതേ ഹദീസ് കൊണ്ട് ലക്ഷ്യം പിടിച്ചിട്ടുണ്ട് ഇമാം നബവി തങ്ങൾ. എവിടെ? അദ്കാർ എന്ന് പറഞ്ഞ കിതാബിൽ. എന്തടിസ്ഥാനത്തിൽ? എന്തിന്റെ മേൽ? അലസ്തൈബാബി ദിക്രി മഹാസിൻ മയ്യിത്തി. ഈ ഹദീസൊക്കെ കൂട്ടി വായിച്ചാൽ കിട്ടുന്നുണ്ടാ? മരിച്ചുപോയ ആളുകളുടെ നന്മകൾ പറയും സുന്നത്താണ്. അപ്പൊ നബിന്റെ മധു പറയും സുന്നത്താന്ന് കിട്ടൂലേ? കിട്ടും. പിന്നെ ഇമാം നബവി തങ്ങൾ പറയുന്നു മരിച്ചാളെ പുകഴ്ത്തുക, അയാൾ നന്മകൾ പറയുക, ഇതൊക്കെ സുന്നത്താണ്. അപ്പൊ അസ്റഫുൽ ഖൽഖാ നബി തങ്ങൾ ആ നബിന്റെ നന്മ പറയുന്നത് എത്ര പുണ്യം കിട്ടേണ്ടതുണ്ട്, നബിനെ പുകഴ്ത്തേണ്ടതല്ലേ? ഈ ഹദീസുകളെ കൊണ്ടൊക്കെ, ഈ ഹദീസിന്റെയും ഈ പറയുന്ന ഖുർആന്റെയും വെളിച്ചത്തിൽ മുത്തുനബി തങ്ങളെ മേൽ മൗലൂദ് ഓതൽ ശിർക്കല്ല, അത് സുന്നത്താണ്. ബിദ്അത്ത് മുൻകറത്തല്ല. ബിദ്അത്ത് ഏതാണ്? ബിദ്അത്ത് ഇപ്പൊ പുതിയ രീതിയിൽ നമ്മൾ മൗലൂദ് ആഘോഷം പുതിയതാണെങ്കിലും അത് ബിദ്അത്തുൻ ഹസനത്താണ്, കൂലി കിട്ടുന്ന കാര്യമാണ്. നബിനെ പുകഴ്ത്തിയ നബിന്റെ കാലത്തിന്റെ പുകഴ്ത്തിയിട്ടുണ്ട്. അപ്പൊ അതിന് മൗലൂദ് ഓതൽ ശിർക്കാന്ന് കിട്ടൂല, മൗലൂദ് ഓതൽ തെറ്റാന്ന് കിട്ടൂല, ഗുണമാണെന്നേ കിട്ടുകയുള്ളൂ. ഇത്തരം തെളിവുകൾ അടിസ്ഥാനപരമായി തന്നെ നമുക്ക് കിട്ടിയല്ലോ ഒരുപാട്, ഇനിയും ധാരാളമുണ്ട്. ഞാൻ ചുരുക്കി പോവുകയാണ്. ഇനി അടുത്തതായി നമുക്ക് സംസാരിക്കാനുള്ളത് മുത്തുനബി തങ്ങളുടെ മൗലിദുമാരുടെ സമ്മേളനം. എല്ലാവരും ഒരുമിച്ചുകൂടി ചെല്ലുമല്ലോ. ആ സമ്മേളനം നടത്തുന്നതിന് എന്താ തെളിവ്? അതാണ് ഇനി പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത് നിർത്താം.